നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് കൊഞ്ച് തീയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഏത് തീയൽ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ തേങ്ങ വറുത്തരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ, തിരുമിയ തേങ്ങ ഒരു പാനിനകത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. വളരെ സാവധാനം ലോ ഫ്ലെയിമിലിട്ട് വേണം തേങ്ങ മൂപ്പിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മൂത്ത് കരിഞ്ഞു പോവും. എല്ലാ തേങ്ങയും ഒരുപോലെ മൂക്കത്തുമില്ല. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കരിഞ്ഞു പോകാതെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഈ തേങ്ങാക്കൂട്ടിലേക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് തേങ്ങ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 3-4 മാസമായിട്ട് ഇത് ഇരിപ്പുണ്ട്. ഇതുവരെ ചീത്തയായിട്ടില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ വറുത്തതല്ല, ഒരു സ്ഥലത്ത് വറുത്തെടുത്തതാണ്. അപ്പോൾ തീയലുണ്ടാക്കാൻ ഇത് ഒത്തിരി എളുപ്പമാണ്. ഇത് കുറച്ചെടുത്തിട്ട് ചൂടാക്കി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. തേങ്ങ ഒരുപാട് കിട്ടാത്ത സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് ഒത്തിരി ഉപകാരമായിരിക്കും. നമ്മൾ പോകുമ്പോൾ കുറച്ച് ഇതുപോലെ വറുത്തുകൊണ്ട് പോയാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തീയൽ വയ്ക്കാൻ ഇത് എളുപ്പമായിരിക്കും. തീയലിന് അരയ്ക്കുമ്പോൾ ഒരു ശകലം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പം മൂപ്പിച്ച് വെച്ച തേങ്ങ ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. അഥവാ അരയുന്നില്ലെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ എണ്ണ ചേർത്ത് അരയ്ക്കാം. ഒരു ലേശം പോലും വെള്ളം അതിനകത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും ചേർത്ത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ഒരു വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. എട്ട് ചുമന്നുള്ളിയും ഒരു മീഡിയം സൈസ് സവാളയും ഒരു പച്ചമുളക് അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പം മുരിങ്ങയ്ക്ക നല്ല പിഞ്ച് മുരിങ്ങയ്ക്ക ആണെങ്കിൽ ആവിയിൽ തന്നെ ഇരുന്ന് വേവും. അല്ലെങ്കിൽ ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ച് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. മുരിങ്ങയ്ക്ക വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. തക്കാളിയും വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. ഒരു ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ചും കൂടെ ചേർത്ത് തീയലൊന്ന് തിളച്ചിട്ട് പുളി വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം.
കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്ത് നമ്മൾ തീയൽ അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ലേശ ഉലുവപ്പൊടിയും ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.